എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വിചിത്ര ജീവ് എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത് എഴുതിയിട്ടുള്ളത് സുനീത ജി ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആരാണ് രചിച്ചിട്ടുള്ളത്? സുനീത ജി ആണ്. ഓക്കെ, റൈറ്ററിന്റെ പേര് സുനീത എന്നാണ്. അപ്പൊ ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്. അപ്പൊ ഒരു കുട്ടിയും കുട്ടിയുടെ കയ്യിൽ ഒരു ബോളും കാണുന്നുണ്ട്. ഈ കുട്ടീന്റെ പേരാണ് ഖുഷി എന്ന്. അപ്പൊ ഖുഷിയുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഖുഷി ഓർ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുഷിയും ബോളും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ഖുഷി ബോൾ വെച്ച് കളിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെ. അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നത്? വാ വാ കിത്ന മസ. ഈ ബോൾ എടുത്തിട്ട് ഖുഷി വെള്ളത്തിലിട്ടു. എന്നിട്ട് വാ വാ കിത്ന മസ എന്ന് പറഞ്ഞാൽ എന്തൊരു ഫണ്ണാണ്, നല്ല രസമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ സന്തോഷിക്കുകയാണ് ബോൾ വെള്ളത്തിലിട്ടിട്ട്. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത്? ഖുഷിയുടെ കയ്യിൽ നിന്ന് ബോള് വെള്ളത്തിൽ വീണു. ഖുഷി ബോൾ വെള്ളത്തിലിട്ടു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? മറ്റ് പക്ഷികളും മീനുകളും അതുപോലെ തന്നെ തവളകളും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഈ ബോളിനെ ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി. പക്ഷികള് ഈ ബോള് കുത്താനൊക്കെ വരുന്നുണ്ടല്ലേ, അവരുടെ കൊക്കുമായിട്ട്. അപ്പൊ ഖുഷി ഉദാസ്. അപ്പൊ എന്താ ഉണ്ടായത്? ഖുഷിക്ക് വിഷമായി. കാരണം ബോള് വെള്ളത്തിൽ പോവുകയും ചെയ്തു, അതിന്റെ ചുറ്റും മറ്റു മൃഗങ്ങളും ജീവികളും ഒക്കെ വരികയും ചെയ്തു. അപ്പൊ ഖുഷിക്ക് വിഷമായി. ഉദാസ് എന്ന് പറഞ്ഞാൽ വിഷമാവുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ഒരു ഞണ്ട് വരുന്നത് കാണുന്നുണ്ടല്ലേ ബോളിന്റെ അടുത്തേക്ക്. യ തു ഗോൽ ഹെ. ഗോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? റൗണ്ട് ആയിട്ടുള്ളതാണല്ലോ. ഇത് നല്ല റൗണ്ട് ആയിട്ടിരിക്കുന്നല്ലോ എന്ന് പറയാണ്. ചോഞ്ച് ബോൾ മീ ഫസ് ഗയി. അത് കഴിഞ്ഞിട്ട് ഒരു കൊക്ക് എന്താ ചെയ്തത്? ഈ ബോളില് ഇങ്ങനെ വന്ന് അതിന്റെ കൊക്ക് വെച്ചു. അപ്പൊ എന്തുണ്ടായി? ആ ബോളിന്റെ ഉള്ളില് ഈ കൊക്കിന്റെ ആ പക്ഷി, കൊക്ക് എന്ന് പറയുന്ന പക്ഷി, അതിന്റെ ബീക്ക്, അതിന്റെ കൊക്ക് അതിൻ്റെ ഉള്ളിൽ ഫസ് ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി എന്നാണ്. അപ്പൊ പക്ഷീന്റെ കൊക്ക് അതിന്റെ ഉള്ളിൽ കുടുങ്ങി, ബോളിന്റെ ഉള്ളിൽ കുടുങ്ങി. ഫസ് ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? കുടുങ്ങുക. ഫസ് ഗയി എന്ന് പറയുമ്പോൾ കുടുങ്ങി എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്താ കാണുന്നത്? ഈ കൊക്ക് ആ ബോള് എടുത്തു മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. മറ്റു ജീവികളൊക്കെ ഇത് നോക്കിയിട്ട് പോകുന്നത് കാണുന്നുണ്ട് അല്ലെ, ഓടുന്നത് കാണുന്നുണ്ട്. ഭാഗോ ദോസോ ഭാഗോ എക് വിചിത്ര ജീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൃഗങ്ങളൊക്കെ, ഈ ജീവികളൊക്കെ എന്താണ്? ഭാഗോ ഭാഗോ എന്ന് പറയുന്നത്. ഓടിക്കൂ ഓടിക്കൂ, ഒരു വിചിത്ര ജീവി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ജീവി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഓടുന്നതാണ് കാണുന്നത്. അടുത്തതായിട്ട് എന്താ കാണുന്നത്? യ ദാന കഹാസെ. അപ്പോ ഒരു കൊരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മരച്ചില്ലയില്. അപ്പൊ ആ സമയത്ത് ആ കൊരങ്ങൻ എന്താ പറയുന്നത്? യ ദാന കഹാസെ. ദാന എന്ന് പറഞ്ഞാല് ധാന്യമണി. അപ്പൊ ഈ ബോൾ കണ്ടിട്ട് ഒരു ധാന്യമണി പോലെ തോന്നുകയാണ് ഈ കൊരങ്ങനെ. അങ്ങനെ കൊരങ്ങൻ ചോദിക്കുകയാണ്, ഈ ധാന്യമണി എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ യ മുജേദോ എന്ന് പറഞ്ഞു. കൊരങ്ങൻ പറയാണ്, ഇത് എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ആ കൊക്കിൽ കുടുങ്ങിയിരിക്കുന്ന ഈ ബോള് പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? കൊരങ്ങന്റെ കയ്യിൽ നിന്ന് ആ ബോള് താഴെ വീണു. വേറൊരു ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വീണു അല്ലെ. അപ്പൊ അവിടെ ഒരു കർഷകൻ ആണ് കിടന്നുറങ്ങിയിരുന്നത്. അയാളുടെ അടുത്താണ് ഈ ബോൾ ചെന്ന് വീഴുന്നത്. അപ്പൊ ആൾ എഴുന്നേറ്റിട്ട് ഈ ബോൾ കണ്ടപ്പോ കിത്ന സുന്ദർ ബോൾ എന്ന് പറയുന്നുണ്ട്. എത്ര ഭംഗിയുള്ള, എത്ര മനോഹരമായിട്ടുള്ള ബോൾ എന്ന് പറയുന്നുണ്ട്. യ ഫസൽ കി രഖ്വാലി കരേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കർഷകന്റെ, ഫസൽ എന്ന് പറഞ്ഞാല് വിളവ്, കൃഷി ചെയ്യുമ്പോൾ അവിടെ വിളകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ വിളകളുടെ ഒക്കെ രഖ്വാലി കരയുക എന്ന് പറഞ്ഞാല് ഈ വിളകളൊക്കെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നോക്കുകുത്തിയായിട്ട് വെക്കും, പക്ഷികൾ വന്നിട്ട് അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുകുത്തിയായി വെച്ചിട്ടുണ്ടായിരുന്ന സാധനത്തിന്റെ തലയായിട്ട് ഈ ബോള് ആ ഒരു വ്യക്തി കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് പിന്നീട് ഖുഷിക്ക് ആ ബോള് തിരിച്ചു കിട്ടുകയാണ്. ആ ഖുഷി ഖുഷ് ഹോ ഗയി. ഇപ്പൊ ഖുഷിക്ക് എന്താണ്? വളരെയധികം സന്തോഷമുണ്ട്. ഖുഷി ഇപ്പോ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ, ഖുഷി എന്ന് പറയുന്നത് കുട്ടിയുടെ പേര്, ഖുഷ് ഹോ ഗയി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ജീവികളുടെ ഒക്കെ ഒന്ന് പേര് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാട്ടോ, എഴുതിയൊക്കെ കാണിക്കാം. കൊക്കിനെ, ക്രെയിനിനെ എന്താണ് പറയുക ഹിന്ദിയില്? ബഗുല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആമേനെ കച്ചുവ എന്നും, മീനിന് എന്താ പറയാ? മച്ഛലി. തവളയെ മീൻഡക് എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ വരുന്ന ആളാരാണ്? ഞണ്ട്. ഞണ്ടിന് എന്താ പറയാ? കേക്കിട. കേക്കിട എന്നാണ് പറയാ ഞണ്ടിന്. പിന്നെ ഇതാരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബഗുല, ബഗുലയാണ്. പിന്നീട് വരുന്നത് ആരാണ്? കുരങ്ങൻ. കുരങ്ങൻ എന്താ പറയാ? ബന്ദർ എന്നാണ് പറയാ.
പിന്നെ ഈ ബോൾ ലാസ്റ്റ് ആരുടെ കയ്യിലാണ് ചെന്നുപെട്ടത്? ഒരു കർഷകന്റെ കയ്യിലാണ്. കർഷകന് ഹിന്ദിയിൽ കിസാൻ എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് പുതിയ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പം ആദ്യം ഖുഷിക്ക് ഒരു ബോൾ കിട്ടി. ഖുഷിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഖുഷി അതുകൊണ്ട് കളിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അത് വെള്ളത്തിലിട്ടു. അങ്ങനെ ഖുഷിയും ബോളും കൂടി വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ബോള് മറ്റ് ജീവികൾ ബോളിനെയും കണ്ടിട്ട് പേടിച്ചത്. അങ്ങനെ ഇത് ഈ ബോള് വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോ ഖുഷിക്ക് വിഷമായി. അതിനുശേഷം ഒരു ഞണ്ട് അതിന്റെ അടുത്തോട്ട് വന്നു. അതിനുശേഷം എന്താ ഉണ്ടായത്? ഒരു ബഗുല, ഒരു കൊക്ക് വന്നു. എന്നിട്ട് അതിന്റെ ആ കൊക്ക് ഭാഗം ഈ ബോളിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അതിനുശേഷം ഒരു കുരങ്ങനെ കിട്ടിയത്. കുരങ്ങൻ ഒരു ധാന്യമണിയാന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിയത്. പക്ഷെ കുരങ്ങന്റെ കയ്യിൽ നിന്ന് ആ ബോള് താഴെ വീണു. ഒരു കിസാനിന് കിട്ടി, ഒരു കർഷകന് കിട്ടി. അതിനുശേഷം അദ്ദേഹം അതെന്ത് ചെയ്തു? അദ്ദേഹം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പക്ഷികളെയൊക്കെ തുരത്താനായിട്ട് അത് കൊണ്ടുവച്ചു. അവിടെ നിന്ന് ഖുഷിക്ക് വീണ്ടും ആ ബോൾ കിട്ടുകയാണ്. അങ്ങനെ ഖുഷി വീണ്ടും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.